എപ്പിസോഡിന്റെ തുടക്കത്തില് ആ ഹിറഡോറ ജിപ്സു അത് കണ്ട് കുട്ടപ്പനും ടീംസും അങ്ങനെ പേടിച്ച് വരച്ച് ടെൻഷനായിട്ട് നിൽക്കും. കുട്ടപ്പൻ ചോദിക്കും ഇതെന്താണ്? അതിന് യാമുട്ടോ പറയും അത് ഹിറഡോറയാണ്, അത് മൈഗൈ സെൻസായിയുടെ ഒരു സ്പെഷ്യൽ ജിപ്സു ആണ്. അതിന് കുട്ടപ്പൻ ഷോക്കായിട്ട് മൈഗൈ സെൻസായിക്ക് ഇത്രയും പവർ ഉണ്ടോ? ഉടനെ ആ ഹിറഡോറയുടെ പവർ അത് കൂടി വരും. യാമുട്ടോ നിലവിളിച്ച് പറയും കുട്ടപ്പ പിടിച്ചു നിന്നോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളെ തെറിപ്പിച്ച് കളയും. ആ ഒരു ഹിറഡോറ ജിപ്സു അതങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ ഫോഴ്സില് നമ്മുടെ ആൾക്കാർ തെറിച്ചു പോയി അടിച്ചു വീഴും. കട്ട് ചെയ്ത ഇവിടെ മൈഗൈ സെൻസായി ഹായ് ആയിട്ട് കിസാമിയെ ചവിട്ടി അങ്ങനെ നിൽക്കാണ്. മൈഗയുടെ കയ്യിൽ തന്നെ അവൻ കളക്ട് ചെയ്ത ആ സീക്രട്ട് സ്ക്രോൾ ഉണ്ട്. അപ്പൊ കിസാമി പറയും ഞാൻ കരുതിയത് നീ ഉപയോഗിച്ചത് ഒരു എനർജി ബോംബാണെന്നാണ്, അതുകൊണ്ടാണ് എന്റെ ഫിഷിനെ ഉപയോഗിച്ച് ഞാനത് അബ്സോർബ് ചെയ്യാൻ ശ്രമിച്ചത്. അത് കേട്ട് മൈഗൈ ചിരിക്കും. മൈഗൈ പറയും അതിന്റെ 7th ഗേറ്റ് ആണ്, അതിന്റെ പവറിലാണ് ഞാൻ ആ ജിപ്സു ക്രിയേറ്റ് ചെയ്ത് നിന്നെ തകർത്ത് കളഞ്ഞത്. ഇപ്പൊ എനിക്ക് ചുറ്റും കാണുന്ന ഈ ഒരു പവർ അത് 7th ഗേറ്റിന്റെ എന്റെ ബ്ലഡ് പവർ ആണ്. ഇനി ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മൈഗൈ അവനെ അങ്ങനെ തൂക്കിയെടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ യാമുട്ടോ സെൻസായി ആളിപ്പോ ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് കിസാമിയെ ലോക്ക് ചെയ്യും. ഉടനെ ഔബ സെൻസായി ഇപ്പൊ അവന്റെ തലയിൽ കൈവെക്കും. എന്നിട്ട് അവന്റെ മെമ്മറീസ് അതൊന്നായിട്ട് ഇപ്പൊ ആള് കാണാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കിസാമിയുടെ ഒരു കുട്ടിക്കാലം കാണിക്കും. മിസ്റ്റ് വില്ലേജിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു മിഷന് വേണ്ടി പോയ ആ ഒരു ദിവസം. അപ്പൊ ഒരു പെൺകുട്ടി ഇപ്പൊ കിസാമിയോട് ചോദിക്കും നിങ്ങൾ ഒന്നും കഴിച്ചില്ലല്ലോ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അതിന് കിസാമി പറയും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് വിശക്കുന്നില്ല. അപ്പൊ അത് കണ്ട് ബാക്കിയുള്ളവര് ആ പെണ്ണിനോട് പറയും അവനോടൊന്നും ഫുഡ് വേണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അവന് നമ്മളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതിനാ പെണ്ണ് പറയും അതെന്താ, ഇവനും നമ്മളും എല്ലാവരും ഒരു മിഷന് വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നത്? അതിനവര് പറയും ഈ മിഷന്റെ മെയിൻ ആൾക്കാര് നമ്മളാണ്, അവൻ വെറും ഒരു സബോർഡിനേറ്റ് ആണ്, സോ അവനെ മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത് കേട്ട് കിസാമി അവൻ എഴുന്നേറ്റ് ഇപ്പൊ പതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് വരും. അവർക്കാണെങ്കിൽ കുറച്ച് പേടിയാവും. കിസാമി പറയും ആ വില്ലന്മാര് അവർ നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഉടനെ അവരെല്ലാവരും അവിടുന്ന് ദൂരേക്ക് പോവും. കിസാമി ആവട്ടെ അവളുടെ കൂടെ അങ്ങനെ ഹായ് ആയിട്ട് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഫുക്കുഗി എന്ന് പറഞ്ഞ ഒരുത്തൻ കിസാമിക്ക് മറ്റൊരു മിഷൻ കൊടുക്കും. അതായത് ഒരു പ്രത്യേക കോഡ് അത് സേഫ് ആയിട്ട് വില്ലന്മാരുടെ കയ്യിൽ പെടാതെ അങ്ങനെ കൊണ്ടുപോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സൈഫർ ഗാർഡ് ടീമും കിസാമിയും അവരെല്ലാവരും ചേർന്ന് ആ ഒരു സീക്രട്ട് സ്ക്വാഡുമായിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലേക്ക് ലീഫ് വില്ലേജിലെ ഇപ്പിക്കി സെൻസായും ടീമും അവരവിടേക്ക് വരും. ഉടനെ ഇപ്പിക്കി അവൻ പറയും മര്യാദയ്ക്ക് ആ സീക്രട്ട് കോഡ് അതെനിക്ക് തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് കേട്ട് കാലി കയറിയ കിസാമി അവൻ ചാടി വന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ലീഫ് വില്ലേജിലെ ഓരോ സോൾജേഴ്സിനെ ആയിട്ട് അങ്ങനെ വെട്ടിയെറിയും. അത് കണ്ട് ഇപ്പിക്കി അവൻ വെറുതെ ഇരിക്കില്ല, അവനെ കൊണ്ട് കഴിയും പോലെ കിസാമിയുടെ ടീമിലുള്ള ഓരോരുത്തരായിട്ടും അവനും ഇപ്പൊ തല്ലിക്കൊല്ലും. കിസാമി ആണെങ്കിൽ ആ സീക്രട്ട് കോഡ് എടുത്ത് ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. കിസാമിയും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരില് ഇപ്പൊ 2-3 പേരും ബാക്കിയെ ഇപ്പൊ 2-3 പേരും മാത്രമേ ഇപ്പൊ ബാക്കി മരിക്കാതെ ഉള്ളൂ. അവരോടി ഓടി ഇപ്പൊ വലിയൊരു മലയുടെ അറ്റത്തേക്ക് വരും. ഉടനെ ആ ചുന്ദരി പെണ്ണ് ഇപ്പൊ കിസാമിയോട് ചോദിക്കും നമ്മളിനി എന്ത് ചെയ്യും, നമുക്ക് മുൻപോട്ട് പോവാൻ ഇപ്പൊ വഴിയില്ല. അതിന് കിസാമി അവൻ ഒരു സെക്കൻഡ് അവന്റെ ചീഫ് പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ചീഫ് പറയും നമ്മുടെ ടീമിലുള്ളവര് ഒരു കാരണവശാലും ആ ലീഫ് വില്ലേജുകാരുടെ കയ്യില് ചെന്നുപെടാൻ പാടില്ല. അതിന് കിസാമി കട്ട് ചെയ്ത കിസാമി അവന്റെ സ്ക്വാഡ് എടുത്ത് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അറഞ്ചം പൊറഞ്ഞ് വെട്ടി ഇപ്പൊ താഴേക്കിടും. ആ പെൺകുട്ടി അവള് ചോര തുളുമ്പി അങ്ങനെ താഴേക്ക് വീഴാണ്. ഉടനെ അൻപു ബ്ലാക്ക് ഓപ്സ് അവരെല്ലാവരും ചേർന്ന് കിസാമിയെ റൗണ്ട് ചെയ്യും. ഇബിക്ക് ചോദിക്കും നീ എന്തിനാ നിന്റെ കൂടെയുള്ളവരെ തന്നെ വെട്ടി വീശി കൊന്നു കളഞ്ഞത്? അതിന് കിസാമി പറയും എനിക്ക് ഇമ്പോർട്ടന്റ് എന്റെ മിഷനാണ്, ഈ സീക്രട്ട് കോഡാണ്. അത്രയും പറഞ്ഞ് കിസാമി ഇപ്പൊ വലിയ കൊക്കയിലേക്ക് എടുത്തു ചാടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കിസാമി അവനവന്റെ ചീഫിനെ തന്നെ അറഞ്ചം പുറഞ്ചം വെട്ടിയെറിയാണ്. എന്നിട്ട് ആളുടെ സ്ക്വാഡ് അതന്നാണ് അവൻ കൈക്കലാക്കുക. അപ്പൊ അവിടേക്ക് ഇപ്പൊ 4th മിസുകാക വരും. അവൻ പറയും ഈ സ്ക്വാഡ് അതേറ്റവും ചേരുന്നത് നിനക്ക് തന്നെയാണ്. അതിന് കിസാമി അവൻ ചോദിക്കും നിങ്ങൾ എന്നെ കൊല്ലാനല്ലേ ഇവിടേക്ക് വന്നത്? അതിന് മിസുകാക പറയും ഒരിക്കലുമല്ല, നിനക്ക് നീ ചെയ്യുന്നത് എന്താണെന്ന് എന്തെങ്കിലും അറിയോ? അതിന് കിസാമി അറിയില്ല, കാരണം ഞാൻ എൻ്റെ ടീമിലുള്ളവർ തന്നെ കൊല്ലുകയാണ്. ഞാനൊരു ബാഡ് ആയിട്ടുള്ള ആളാണോ നല്ലവനാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ കറക്റ്റ് സമയത്ത്
അവിടേക്ക് മാധുര വരും. മാധുരയെ കണ്ട് കിസാമി അവൻ ടെൻഷനായിട്ട് ചോദിക്കും, നീ ആരാണ്? അപ്പൊ മാധുര പറയും, ഞാനാണ് മാധുര. നിനക്കൊരു സമാധാനപൂർണമായ ലോകത്ത് ജീവിക്കണമെങ്കിൽ നീ എന്റെ കൂടെ വാ. ഞാനൊരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കാൻ പോവാണ്. നീ ഇവിടെ കൊന്നു തള്ളുന്നത് നിന്റെ ടീമിൽ തന്നെയുള്ള ആളുകളെയാണ്. സോ എന്റെ ലക്ഷ്യവും എന്റെ വഴിയും നിന്നെ പുതിയൊരാളാക്കി മാറ്റും. ഉടനെ മാധുര അവന്റെ ശരീരം കണ്ണ് അത് തുറന്നു കാണിക്കും. അത് കാണുമ്പോ കിസാമി അവന് മനസ്സിലാവും അതാരാണെന്ന്. അപ്പൊ കിസാമി പറയും, അപ്പൊ നീയാണല്ലേ ഇതിനെല്ലാം കാരണം. ഫോർത്ത് ഹൊക്കാഗെ പോലും നീ നിന്റെ പവർ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്തു കഴിഞ്ഞല്ലേ? കിസാമി വീണ്ടും ചോദിക്കും, സത്യം പറ, നീ ശരിക്കും ആ മാധുര ഉച്ചിക തന്നെയാണോ? അതിനവൻ പറയും, അതെ. അപ്പൊ കിസാമി ചോദിക്കും, മാധുര ഉച്ചിക അവൻ ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ മരിച്ചു പോയില്ലേ? പിന്നെങ്ങനെ വീണ്ടും നീ ഇവിടേക്ക് തിരിച്ചു വന്നു? ഉടനെ ആ മാധുര അവന്റെ യഥാർത്ഥ രൂപം അത് കാണിക്കാൻ ആരംഭിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ദ റിയൽ കിസാമി അവനിപ്പോ അവന്റെ നാവ് കടിച്ചു മുറിക്കും. ഉടനെ ആ ഗെഞ്ചിപ്സ് ബ്രേക്കായി ഇപ്പൊ ഔബ സെൻസായി ആള് പുറത്തേക്ക് വരും. അപ്പൊ കിസാമി അവനിപ്പോ ആ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അപ്പ മാധുര അവൻ പറയും, ഇതാണ് ആ റിയൽ പ്ലാൻ, പ്രൊജക്ട് സുഖിനോമി. അത് കേട്ട് കിസാമി അവൻ ഒരുപാട് ഹാപ്പി ആയിട്ട് അന്നു മുതൽ അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. കട്ട് ചെയ്ത കിസാമി അവന്റെ ഫുൾ പവർ എടുത്ത് ആ വുഡ് ജിപ്സു അത് തല്ലി തകർക്കും. എന്നിട്ട് വാട്ടർ പ്രിസൺ ജിപ്സു ക്രിയേറ്റ് ചെയ്ത് അവൻ ഗെൻജിപ്സു അത് റിലീസ് ചെയ്യും. മൈഗൈ അവനെ പിടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പോവും. അപ്പൊ ഔബ സെൻസായി ആള് പറയും, മൈഗൈ അവനെ കൊല്ലാൻ പാടില്ല. അവനെ ജീവനോടുകൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇന്റൽസും ആ റിയൽ മാധുര അതാരാണെന്നും കണ്ടുപിടിക്കാൻ കഴിയൂ. കട്ട് ചെയ്ത വീണ്ടും കിസാമി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവനിപ്പോ ഹിറ്റാച്ചി ആയിട്ട് ടീംമേറ്റ് ആവും. അവൻ ഹിറ്റാച്ചിയോട് പറയും, ആക്ച്വലി നമ്മൾ രണ്ടുപേരും ടീംമേറ്റ്സ് ആവാൻ ഒരു കാരണമുണ്ട്. ഞാൻ എന്റെ ടീമിൽ പെട്ടവർ തന്നെ കൊന്നു തള്ളി. നീ നിന്റെ ക്ലാനിലുള്ള നിന്റെ അച്ഛനെ അമ്മയെ അടക്കം അങ്ങനെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടുപേരും ഇപ്പൊ പെർഫെക്റ്റ് ടീമായി മാറിയത്. അതിന് ഹിറ്റാച്ചി പറയും, നമുക്കൊരിക്കലും ഒരു ലൈഫ് ഉണ്ടാവില്ല. നമ്മുടെ മരണം അത് നമ്മുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞ് ഹിറ്റാച്ചി അവൻ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഹിറ്റാച്ചി അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ അനിയന്റെ കൈകൊണ്ട് മരണപ്പെട്ടു. അതുപോലെ തന്നെ കിസാമിയും അവന്റെ സ്വന്തം ഷാർക്കിനെ ഉപയോഗിച്ച് അവനെ തന്നെ ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ഇവൻ എന്താ ചെയ്യണേ? അവനെ തന്നെ നശിപ്പിക്കുകയാണോ? ഉടനെ ആ വാട്ടർ പ്രിസൺ ജിപ്സു അത് പൊട്ടി അങ്ങോട്ട് തെറിച്ച് കിസാമിയും അവന്റെ ഫിഷും അതെല്ലാം തന്നെ ഇപ്പൊ പൊട്ടിത്തെറിച്ച് ഓരോ ഭാഗത്തേക്ക് തെറിച്ച് വീഴും. അതുകൊണ്ട് ഔബ സെൻസായി പറയും, അവനറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ഇനി അവന് രക്ഷപ്പെടാനാവില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ സെൽഫ് ഡിസ്ട്രക്ഷൻ അത് ചെയ്തത്. അതിന് മൈഗൈ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇന്റൽസ് ഒന്നും ലീക്ക് ആയിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തിരികെ കിട്ടി. നമുക്ക് ഉറപ്പായിട്ടും അവൻ കളക്ട് ചെയ്ത ഈ ഇന്റൽസ് അതെന്താണെന്ന് വായിച്ചു നോക്കി അത് നശിപ്പിച്ച് കളയണം. മൈഗൈ ആ പേപ്പർ അത് ഓപ്പൺ ചെയ്യും. ഉടനെ വാട്ടർ പ്രിസൺ ജിപ്സു അത് ക്രിയേറ്റ് ആയി നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ തെറിച്ചു പോവും. ഉടനെ ഒരു ഷാർക്ക് പുറത്തേക്ക് വന്ന് ആ ഒരു സ്ക്രോള് അതങ്ങനെ കടിച്ചെടുത്ത് കടലിലേക്ക് എടുത്തു ചാടും. നമ്മുടെ ആൾക്കാർ അങ്ങനെ ഷോക്കായി അതിനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.